നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കൊല്ലം മൈനാഗപ്പള്ളി അപകടത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി പ്രതി ശ്രീകുട്ടിയുടെ ഭർത്താവ് അഭീഷ് രാജ്. MBBS പഠനത്തിന് പോയതോടെ ശ്രീകുട്ടി മയക്കുമരുന്നിന് അടിമയായെന്ന് അഭീഷ്. ശ്രീകുട്ടി ഇങ്ങനെയാകാൻ കാരണം അച്ഛനും അമ്മയുമാണെന്നും അഭീഷ് പറയുന്നു. പ്രതികൾ രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന പോലീസ് നിഗമനം ശരിവയ്ക്കുന്നതാണ് അഭീഷിന്റെ വെളിപ്പെടുത്തൽ. അഭീഷ് പറഞ്ഞത് കേൾക്കാം. നിങ്ങളുടെ അറിവില് എന്നോട്ടാണ് ഈ ശ്രീകുട്ടി മദ്യപിക്കുക അങ്ങനെ എന്തെങ്കിലും ഡ്രഗ് അഡിക്റ്റഡ് ആണോ? എല്ലാ സംഭവം കാണും, എല്ലാ സംഭവം അവിടെ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ സേലത്ത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണോ ഇത്തരത്തിലുള്ള ഈ ഡ്രഗ് അഡിക്റ്റ് മാറിയത്? അവിടെ നിന്ന് അങ്ങ് ചേഞ്ച് ആയി പോയത്. ഭയങ്കര മര്യാദ ഒരു പഞ്ചപാവം കേസുമായിരുന്നു. അങ്ങനെ അതിനകത്ത് അഡിക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ടീംസുമായിട്ട് ഈ ഒരു പയ്യനുമായിട്ട് കണക്ട് ആയി. ശ്രീകുട്ടിക്ക് അവസാനമായി നിങ്ങൾ എപ്പോഴാണ് സാമ്പത്തികമായി സഹായിച്ചത്? ഒരു 1 ഇയറിന് മുമ്പേ അവരെ ചെയ്തതാണ്. കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. ആ ഒരു കോണ്ടാക്ട് ആണ് പിന്നെ നമ്മളെ ഒരു ശ്രീകുട്ടിയായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വരാൻ കാര്യം. ഈവനായിട്ടുള്ള കോണ്ടാക്ട് ഒരു ഇഷ്യൂസ് ആയി. അത് പിന്നെ ഞാൻ അത് അന്വേഷിച്ചപ്പോൾ വഴിവിട്ട ജീവിതമാണെന്ന് എനിക്ക് മനസ്സിലായി. ഡ്രഗ് അഡിക്റ്റ് ആണെന്നും ആര് വഴി എന്താണെന്നുള്ളതല്ല. പക്ഷെ എന്തായിരുന്നാലും കുറച്ച് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ സോളമൻ, ഈ അപകടമുണ്ടാക്കിയ ഇരുവരും ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് പോലീസിന് ചില സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അഭീഷ് രാജ് പറയുന്നത് ശ്രീകുട്ടി ഇത്തരത്തിൽ ഈ രാസലഹരി ഉപയോഗിക്കുമായിരുന്നു എന്നാണ്. തെളിവുകൾ ഉണ്ടെന്നും പറയുന്നു. പക്ഷേ അഭീഷ് രാജും ഈ യുവതിയും വിവാഹബന്ധം വേർപെടുത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണോ? വിവാഹബന്ധം പൂർണ്ണമായും വേർപെടുത്തിയോ? ഈ പെൺകുട്ടിക്കെതിരെയുള്ള വ്യക്തിവിരോധമാണോ ഇങ്ങനൊരു ആരോപണത്തിന് പിന്നിൽ? അരുൺ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ 2015 അഭീഷ് രാജ്, സോണി എന്നറിയപ്പെടുന്ന അഭീഷ് രാജും അതുപോലെ തന്നെ ശ്രീകുട്ടിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. പെരിങ്ങമല ചാമുണ്ഡി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ഇവരുടെ വിവാഹം. തുടർന്ന് ഇവർ ചെന്നൈയിൽ 1 വർഷം താമസിച്ചിരുന്നു. ഇതിനിടയിൽ ശ്രീകുട്ടി പ്രഗ്നൻ്റായി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് 42 ദിവസം കഴിയുമ്പോഴാണ് ഈ ശ്രീകുട്ടിയുടെ അമ്മയും അച്ഛനും ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അഭീഷ് രാജ് നമ്മളോട് പറഞ്ഞത്. ഇതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. കാരണം ഇവർ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നിലവിൽ 1 വർഷം, ഈ ഒരു 8-9 വർഷത്തിനിടയിൽ 1 വർഷം മാത്രമാണ്, 2015-16 കാലത്തിൽ മാത്രമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. 2015-16 തന്നെ ശ്രീകുട്ടി MBBSന് വേണ്ടി സേലം വിനായക മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് പഠനത്തിന് പോവുകയാണ്. അതിനുശേഷം തിരിച്ച് ഒരിക്കലും ഇയാളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ അഭീഷ് രാജുമായിട്ടുള്ള ഡിവോഴ്സ് നെയ്യാറ്റിൻകര കുടുംബ കോടതിയിൽ നടക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ശ്രീകുട്ടിയുടെ വിഷയം വരുന്നത്. എന്തായാലും മൈനാഗപ്പള്ളി അപകടത്തിൽ ശ്രീകുട്ടി മദ്യപിച്ചിരുന്നു എന്നുള്ള വിവരം പോലീസിന് പ്രാഥമികമായി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസ കാലയളവിൽ ഈ 2 പ്രതികളും രാസലഹരി ഉപയോഗിച്ചു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനെ കൂടുതൽ സാധൂകരിക്കുന്ന തെളിവാണ് ഇപ്പോൾ അഭീഷ് രാജ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ചിലപ്പോൾ ഒരു വ്യക്തി വൈരാഗ്യമോ എന്തെങ്കിലും ഉണ്ടോ? ഈ സ്വാഭാവികമായും 2 വ്യക്തികൾ പിരിഞ്ഞു താമസിക്കുമ്പോൾ വ്യക്തി വൈരാഗ്യത്തിൽ പറയുന്നതാകാമെന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇദ്ദേഹത്തെ വൈരാഗ്യത്തെ ബുദ്ധിയോടുകൂടി ഇത് പറയുന്നതാണെങ്കിൽ തന്നെയും ഇദ്ദേഹം പ്രധാനമായും സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അരുമാനൂരിലെ ഒരു അരുൺ എന്ന് പറഞ്ഞൊരു വ്യക്തി. ആ വ്യക്തിയുമായും ഈ ശ്രീകുട്ടിക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ മദ്യപിച്ചിരുന്ന ഫോട്ടോസ് അടക്കമുള്ള തെളിവുകൾ അഭീഷ് രാജിൻ്റെ കൈവശമുണ്ട് എന്നുള്ളതാണ്. അരുൺ, ഇതിൽ പ്രധാനമായി നമ്മൾ സൂചിപ്പിക്കേണ്ടുന്ന കാര്യം, ഈ സോണി എന്ന് പറയുന്ന അഭീഷ് രാജ് ഇപ്പോൾ ജയസൂര്യയുടെ കത്തനാർ എന്ന് പറയുന്ന സിനിമയിലടക്കം അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നില്ല. തനിക്കൊരു മകനുണ്ട്, 9 വയസ്സുള്ളൊരു മകനുണ്ട്. അവൻ്റെ ഭാവിയെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് താൻ ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാത്തത്. അമ്മ സുരഭി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. മകൻ ഇപ്പോൾ നെയ്യാറ്റിൻകര ഈ സുരഭിയുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്. അരുൺ, മൈസൂരിലുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അരുൺ, നമുക്കൊപ്പം